പകിട്ടുകൾ ഫ്ലോറൻസ് എന്ന നഗരത്തെ കലാകാരന്മാരുടെ പറുദീസയാക്കിയ കാലം. വരകളുടെ, മുദ്രകളുടെ മാസ്മര സൗന്ദര്യം, അതിൽ മതിമറന്നുകൊണ്ട് ഫ്ലോറൻസ് നഗരം. വിശ്വപ്രസിദ്ധ അമേരിക്കൻ എഴുത്തുകാരനായ ഓ ഹെൻറിയുടെ ലാസ്റ്റ് വീക്ക് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നു. ലാസ്റ്റ് വീക്ക്, അതെ, അവസാനത്തെ ഇല. പക്ഷേ ഈ സുവർണകാലം അധിക നാൾ നിൽക്കുന്നില്ല. വിധി വൈപരീത്യം പോലെ വറുതിയും ദാരിദ്ര്യവും ഈ നഗരത്തെ ലിസ്റ്റ് തുടങ്ങി. ജോലിയില്ലാതെ, വരുമാനമില്ലാതെ നഗരവാസികൾ കഷ്ടപ്പെടാൻ തുടങ്ങി. കലാകാരന്മാരുടെ കാര്യമാണ് ഏറ്റവും ദുഷ്കരം. അല്ല, അത് ഇപ്പോഴും അങ്ങനെയാണല്ലോ. കുട്ടികളിൽ നിന്ന് രക്ഷിതാക്കൾ ബ്രഷും പെയിന്റും പിടിച്ചു വാങ്ങി. കലാകാരന്മാരെല്ലാം മറ്റു ജോലികൾ തേടി പോകേണ്ടി വന്നു. എന്നിട്ടും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുകയാണ് ഭാവനാശാലികളായ രണ്ട് കലാകാരികൾ. അവരുടെ പേര് സ്യൂ ആൻഡ് ജോൺസി. അവർ അപ്പോഴും ചിത്രങ്ങൾ വരച്ച് മാസികകൾക്കും മറ്റും അയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. കിട്ടുന്ന വേതനമാണെങ്കിലും വെറും തുച്ഛം. എന്നിട്ടും തളരാതെ, പതറാതെ അവരുടെ കലാസപര്യ തുടർന്നു. ദാരിദ്ര്യത്തിനിടയിലും ജീവിതം നിറം പിടിപ്പിക്കുകയായിരുന്നു സ്യൂ. അറിവുള്ളവളും ഭാവനാശാലിയുമായിരുന്നു അവൾ. ജോൺസി ആകട്ടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളിൽ വ്യാപൃതയാകുന്നു. അവിടെ കണ്ടോ, അവർ താമസിച്ചിരുന്ന വില്ലയ്ക്കടുത്ത് തന്നെ വൃദ്ധനായ ഒരു കലാകാരൻ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഭർമൻ. പ്രായത്തിന്റെ അവശതകൾക്കിടയിലും നല്ല നല്ല ചിത്രങ്ങൾക്ക് അദ്ദേഹം ജീവൻ കൊടുത്തു വരുന്നു. സ്യൂവിന്റെയും ജോൺസിയുടെയും ചിത്രകലാ പ്രാവീണ്യത്തിൽ അല്പം പോലും അസൂയ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും കലാകാരന്മാരുടെ മനസ്സിൽ അസൂയയ്ക്ക് സ്ഥാനം കൊടുക്കാമോ? തീർത്തും അവിചാരിതമായി ജോൺസി രോഗഗ്രസ്തയാകുന്നത്. അവൾ തീരെ അവശയായി ബെഡിൽ തന്നെ കഴിച്ചുകൂട്ടുകയാണ്. ജോൺസിയുടെ നിഴല് പോലെ സ്യൂ അവളെ പരിചരിച്ചുകൊണ്ടേയിരുന്നു. ക്ഷീണിതയായി മയങ്ങിപ്പോകുമ്പോൾ സ്യൂ വിളിച്ചുണർത്തു. എനിക്കടി, എന്തിനാ എപ്പോഴും ഇങ്ങനെ ഈ കിടപ്പ്? ഞാൻ പറയാറില്ല സ്യൂ, എനിക്കെന്തോ സംഭവിക്കാൻ പോകും. തീരെ സുഖമില്ല. ഇല്ലടി, നിനക്കൊന്നുമില്ല, രോഗാനുള്ള തോന്നല. അത് തന്നെയാണ് എനിക്ക് ഈ പഴങ്ങൾ കഴിക്കുക. പുറത്ത് ഒരു കാർ വന്നിട്ടുണ്ട്. സ്യൂ കഥകിന്റെ ഒരു പോള തുറന്നു. ഓ ഡോക്ടർ, താങ്ക് യു സർ. ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ? ഹേ, ബുദ്ധിമുട്ടോ? ഡോക്ടർമാർക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഏത് പാതിരേക്ക് ആര് വിളിച്ചാലും ഇറങ്ങി പോകേണ്ടവരല്ലേ ഞങ്ങൾ. ആട്ടെ, എവിടെ? കിടക്കുകയാണ്. എത്ര വിളിച്ചിട്ടും എനിക്കാൻ തയ്യാറാകുന്നില്ല. ശരി, നോക്കാം. ഡോക്ടർ, അവൾക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഞാൻ ചില മരുന്നുകൾ കുറിച്ച് തരാം. പക്ഷേ നമ്മൾ പ്രതീക്ഷകൾ നൽകണം. നല്ല നല്ല പാട്ടുകൾ കേൾപ്പിക്കുക. അവളുടെ മനസ്സിനെ സംഗീത സാന്ദ്രമാക്കും. അവൾ തിരിച്ചു വരും വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്തേക്ക്. അവളുടെ കഴിവുകളെല്ലാം നമുക്ക് വീണ്ടെടുക്കണം. ഓക്കെ സർ, താങ്ക് യു. സ്യൂ ജോൺസിക്ക് വന്നിരുന്നു. ഈ സമയം ധർമ്മൻ കയറി വരുന്നു. വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ ആരുമില്ലേ? എന്റെ ജോൺസി മോൾക്ക് എങ്ങനെയുണ്ട്? എല്ലാം സുഖായോ? ശരിയായോ? സ്യൂ വാതിൽ തുറന്നു. ആ അതെ അങ്കിൾ, സുഖം തന്നെ. ധർമ്മൻ ജോൺസിയുടെ ബെഡിന് നേരെ പോയി.
എങ്ങനെയുണ്ട് മോളെ? എന്തു പറയാനാങ്ങളെ, എനിക്ക് തീരെ സുഖം, ഒന്നിനും കഴിയുന്നില്ല. എന്റെ പ്രതീക്ഷകളെല്ലാം കൊഴിഞ്ഞു പോകുന്ന പോലെ. പ്രതീക്ഷകൾ കൊഴിയുകയോ മോളെ? പ്രതീക്ഷകൾ ഭാവനകളാണ്, ഭാവനകളാണ് കുഞ്ഞെ കല. അങ്ങളെ അങ്ങളെ അരുവിച്ചെടി ഒന്ന് നോക്കി. ആ ചെടിയിലെ ഇലകൾ ഇലകൾ ഇലകൾക്ക് എന്ത് പറ്റി? അതിൽ 10 ഇലകൾ ഉണ്ടായിരുന്നു, 3 ഇലകൾ കൊഴിഞ്ഞു, 7 ഇലകൾ ബാക്കി. അതുപോലെ എന്റെ നാളുകളും ഓരോന്നോരോന്നായി കൊഴിഞ്ഞു വീഴുകയാണ്. ഒന്ന് പോടി, ഒരു തത്വജ്ഞാനി വന്നിരിക്കുന്നു. ഭർമനും സ്യൂവും പൊട്ടിച്ചിരിച്ചു. ജോൺസി ചിന്താശക്തിയായി മുഖം കൈകളിൽ താങ്ങി അരിച്ചെടിയിലേക്ക് കണ്ണും നട്ടിരുന്നു. ശേഷിക്കുന്നിലകളെ നിർനിമേഷം നോക്കിക്കൊണ്ട് നാളുകൾ എണ്ണി കഴിയുകയാണ് ജോൺസി. ബാക്കി 7 ഇലകൾ, അതും ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു. അതുപോലെ ഒരു ദിവസം ഞാനും ഒഴുകുന്നു, എന്നേക്കുമായി പോകേണ്ടി വരില്ലേ? അവൾ പൊട്ടിക്കരഞ്ഞു. എടി, നീ എന്ത് മണ്ടത്തിലാടി വേണമെന്ന്? ഒന്ന് മിണ്ടാതിരിക്കി. അവളുടെ ഒരു ഇലകൊഴിയൽ, നിനക്ക് വേറെ എന്തൊക്കെയുണ്ട് ചിന്തിക്കാൻ? മോളെ, അവളെ വഴക്കു പറയണ്ട. നമുക്കറിയില്ലല്ലോ അവളുടെ മനസ്സിലെ സങ്കടങ്ങൾ. വെളുക്കെ ചിരിക്കുമ്പോൾ തന്നെ മനസ്സ് പുകഞ്ഞു കത്തുന്നവനല്ലേ മനുഷ്യൻ. ശരി മോളെ, ഞാൻ പോയി വരാം. ദിവസം കഴിയും തോറും ജോൺസി മരുന്നുകൾ പോലും കഴിക്കാതെ അരിച്ചെടിയിൽ ഇലകൾ ഓരോന്നോരോന്നായി കൊഴിഞ്ഞു വീഴുകയാണ്. സ്യൂ ധർമ്മനെ വില്ലേജ് ചെന്ന് കണ്ടു. അങ്ങളെ, ഞാൻ ആ ഡോക്ടറോട് വിവരം പറയട്ടെ. ആ ശരി, പറ്റുമെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കോളൂ. തിരിച്ചു വരുന്നതിനിടെ ധർമ്മനെ സ്യൂ വില്ലേജ് ചെന്ന് കണ്ടു. അവിടെയും ഒരു പന്തികേട്. ധർമ്മൻ അദ്ദേഹത്തിന്റെ കട്ടിലിൽ തന്നെ ഇരിക്കുകയാണ്. സാധാരണ സ്യൂ കയറി ചെല്ലുമ്പോൾ പടിക്ക് വരെ എത്തി കൂട്ടിക്കൊണ്ടു പോകാറാണ് പതിവ്. മുമ്പ് കണ്ടതിനേക്കാൾ ക്ഷീണിതനാണ് അദ്ദേഹം. അങ്ങനെ എന്തു പറ്റി? പനിയുണ്ടല്ലോ, മഴ കൊണ്ടിരുന്നോ? അത് ഞാൻ ഇന്നലെ നമ്മുടെ പാർക്കിൽ ഒന്ന് വരയാൻ ശ്രമിച്ചു. അപ്പൊ മഴ കൊണ്ട് കാണുമല്ലേ? മറവി, ഞാൻ കുടയെടുക്കാൻ മറന്നു. വയസ്സാകുമ്പോ അതൊക്കെ സ്വാഭാവികം. പക്ഷേ വരയ്ക്കുമ്പോ ഞാൻ അതെല്ലാം മറക്കും. മഴയായാലും വെയിലായാലും കലാകാരന് അവന്റെ സർഗസൃഷ്ടിയുടെ പ്രേരണയ്ക്കപ്പുറം മറ്റൊന്നുമില്ല. മതമോ ജാതിയോ കക്ഷി രാഷ്ട്രീയമോ ഒന്നുമില്ല. ആവിഷ്കാരത്വര, അതാണ് ജീവിക്കാനുള്ള ഇന്ധനം. അയ്യോ, ചുമക്കുന്നു, പനി കൂടുതലുണ്ടല്ലോ. അങ്ങളെ, ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ? ഓ, അതൊന്നും വേണ്ട. അതെ, ജോൺസിക്ക് ഇങ്ങനെയുണ്ട്. എന്ത് പറയാൻ അങ്ങളെ, എവിടെ ചെന്നെത്തുമെന്ന് എനിക്കറിയില്ല. അങ്ങളെ കണ്ട് ആ അരിച്ചെടിയില്ലേ, ആ ചെടിയിൽ ഇനി 4 ഇലകളെ ബാക്കിയുള്ളൂ. ആ ഇലകളിലാണ് അവളുടെ പ്രതീക്ഷ. തിമിർത്തു പെയ്യുന്ന ഓരോ മഴയിലും ആഞ്ഞു വീശുന്ന കാറ്റിലും ബാക്കി വന്ന ഇലകൾ കൂടി കൊഴിഞ്ഞില്ല. പിന്നെ അവൾ ബാക്കിയുണ്ടാവില്ല. നമ്മൾ അവളെ എങ്ങനെ രക്ഷിക്കും അങ്കിൾ? എല്ലാറ്റിനും ഒരു കാരണമുണ്ട്. അങ്കിൾ സംസാരിക്കണ്ട, ഞാൻ പോട്ടെ. അവിടെ ജോൺസി തനിച്ചെല്ലിയുള്ളൂ. ഇന്നും നല്ല മഴയുണ്ടാകും. അങ്കിൾ വിശ്രമിക്കണേ. അങ്കിൾ അറിഞ്ഞോ, ഈ നാട് മുഴുവൻ ഏതോ മാരക രോഗം കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. അധികം പേരും പനിച്ചു വിറയ്ക്കുകയാണ്. അങ്കിൾ ശ്രദ്ധിക്കണം. പകർച്ചവ്യാധി പടർന്നു പിടിച്ചാൽ നിയന്ത്രിക്കാൻ കഴിയില്ല. പുറത്തേക്കൊന്നും പോകണ്ട കേട്ടോ. ഞാൻ പോട്ടെ. അന്ന് രാത്രി നല്ല മിന്നലും കാറ്റും, ജനങ്ങളാകെ പരിഭ്രാന്തരാണ്. ജനലുകൾ പൊട്ടിയടിച്ചു, എങ്ങും വെളിച്ചമില്ല, പേടിപ്പെടുന്ന നിമിഷം. പക്ഷേ ജോൺസിയുടെ മുറിയിൽ ജനലടയ്ക്കാൻ അവൾ സമ്മതിച്ചില്ല. വേണ്ട, എനിക്ക് അവസാനത്തില്ല കൊഴിയുന്നത്. ജനലടച്ചു. ജോൺസിക്കരികിൽ വന്നിരുന്നു. ൂച്ച
ഇല കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അവർ രണ്ടുപേരും ചിന്തിച്ചത് ഒരേ കാര്യം തന്നെ. രാത്രിയിൽ എപ്പോഴോ കാറ്റും മഴയും ശാന്തമായി. പിറ്റേന്ന് പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം. അവരുടെ ജാലകവാതിൽ മുട്ടി വിളിച്ചു. അവസാനത്തെ ഇല ആ ചെടിയിൽ ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോടെ സ്യൂ പതുക്കെ ജാലകം തുറന്നു. ഇല ഇല കൊഴിഞ്ഞില്ല. ജോൺസി എഴുന്നേറ്റ്, ഇല കൊഴിഞ്ഞില്ല. ജോൺസി പതുക്കെ എഴുന്നേറ്റു. ആശ്ചര്യത്തോടെ പുറത്തേക്ക് നോക്കി. ശുഭപ്രതീക്ഷയുടെ വിത്ത് മുളച്ചതുപോലെ അവളുടെ കണ്ണുകൾ വിടർന്നു. മുഖത്ത് എന്തെന്നില്ലാത്ത പ്രകാശ പ്രസരണം. നീ നോക്ക്, അത്രയ്ക്ക് ശക്തമായ കൊടുങ്കാറ്റിലും അവസാനത്തെ ഇല കൊഴിയാതെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് എന്റെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുകൂടാ? എനിക്ക് മരുന്ന് തരൂ പ്ലീസ്. എനിക്ക് മരിക്കണം. നിറമുറ്റ ഭാവനാലോകം പുനഃസൃഷ്ടിക്കണം. ദാരിദ്ര്യത്തെ പോലും അതിജീവിക്കുന്ന ഭാവനാലോകം, അതെ കലയുടെ ലോകം നിറം പിടിപ്പിക്കണം. എനിക്ക് നമ്മുടെ ബർമൻ അങ്കിളിനെ ഒന്ന് കാണണം. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് പ്രേരണയാണ്. പക്ഷെ ജോൺസി ഇല്ല. ബർമൻ അങ്കിളിനെ ഇനി കാണാൻ പറ്റില്ല. എന്ത് പറ്റി സ്യൂ? അദ്ദേഹം നിറങ്ങളും സ്വപ്നങ്ങളും ഇല്ലാത്ത ലോകത്തേക്ക് മറന്നു. നീ ഓർക്കുന്നില്ലേ, ആ മഴ പെയ്ത ദിവസം ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹം തന്റെ ചിലവച്ച് അവശനായിരുന്നു. നിന്റെ പ്രതീക്ഷ ആ അവസാനത്തെ ഇലയായിരുന്നില്ലേ? അത് അദ്ദേഹം വരച്ചതാണ്. അതെ, നമ്മുടെ ബർമനകളിലെ അവസാനത്തെ ഇല, the masterpiece of ബർമൻ. പ്രിയപ്പെട്ടവരെ, ഒരു കലാസൃഷ്ടിക്ക് ഒരു ജീവിതം പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ അനുഭവത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഫ്ലോറൻസ് നഗരത്തിൽ ബർമൻ ആർട്സ് എന്ന പേരിൽ ഒരു കലാകേന്ദ്രം സ്ഥാപിതമായിട്ടുണ്ട്. അവിടെ വരയുടെ ബാലപാഠങ്ങൾ പഠിക്കാനെത്തിയ കുരുന്നുകളെല്ലാം അവസാനത്തെ ഇല ആദ്യം വരയാൻ പഠിച്ചു. അതെ, അവസാനത്തെ ഇല. കവിയും